കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഈ ഓപ്പണിംഗ് ആഴ്സിന്റെ ഒരു സെഷനിൽ താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ്. ഒന്ന്, ഈ മാർക്കറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ എങ്ങനെയാണ്, ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിനെ അത് എങ്ങനെയാണ് അഫക്ട് ചെയ്യുക എന്നുള്ള കാര്യം. അപ്പൊ അതിലൊരു ക്ലാരിഫിക്കേഷൻ കൂടി നമുക്ക് നൽകേണ്ടതുണ്ട്. ആക്ച്വലി ഇൻട്രസ്റ്റ് റേറ്റ് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച്. നമ്മൾ നോക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റായിട്ട് എന്താ ബന്ധം എന്നൊരു സാധാരണ ആൾക്കാർക്ക് എപ്പോഴും തോന്നാം, സ്വാഭാവികം തന്നെയാണ്. പക്ഷേ ഈ ഇൻട്രസ്റ്റ് റേറ്റിന് ഒരുപാട് ഇമ്പാക്ട് നമ്മുടെ സ്റ്റോക്ക് പ്രൈസസിനുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ബിസിനസ്സുകളാണല്ലോ, കമ്പനികളാണ്. അതായത് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ ചെയ്യുന്ന കമ്പനികൾ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂ, സോപ്പ്, പല്ലിയിക്കുന്ന, ഇപ്പോൾ കോൾഗേറ്റ് എന്ന് പറഞ്ഞ കമ്പനി നമ്മൾ പല്ലിയിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നമ്മുടെ കാർ, മാരുതി സുസുക്കി അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ്, നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്ട്സും ഒരു കമ്പനിയുടെയാണ്. ആ കമ്പനികളാണ് മോസ്റ്റ്ലി ഈ പറയുന്ന പോലെ ഇന്ത്യൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ് നടത്തുന്നു. അതായത് ഇപ്പം നിഫ്റ്റിയിൽ ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. ഇപ്പം പ്രത്യേകിച്ച് മെറ്റൽ കമ്പനികളുടെ കാര്യം നോക്കാം. ഈ മെറ്റൽ കമ്പനിയൊക്കെ ഒരുപാട്, ആ ബിസിനസ്സിനൊക്കെ ഒരുപാട് ക്യാപിറ്റൽ ആവശ്യമുണ്ട്. അതായത് ഇതെന്ന് പറഞ്ഞാൽ ഇതിലൊരു ഫാക്ടറി സെറ്റപ്പ് ചെയ്യണം, അതിനകത്ത് ഒരു മെർജർ നടത്തണം, അക്യൂസിഷൻ നടത്തണം, ഇതിനൊക്കെ നമുക്ക് ഒരുപാട് കാശ് ആവശ്യമുണ്ട്. ഈ കാശ് നമുക്ക് റേസ് ചെയ്യുന്നത് കൂടുതലും ബാങ്കിൽ നിന്ന് നമ്മൾ കോർപ്പറേറ്റ് ലോൺ എടുത്തിട്ടാണ്. ഈ ലോൺ എടുത്ത് നമ്മൾ വയ്ക്കുമ്പോൾ ഈ ലോണിന് മാസം തോറും ഒരു ഇൻട്രസ്റ്റ് നമ്മൾ സർവീസ് ചെയ്യും, അല്ലെ? 12%, 13%, 14% ഒക്കെയാണ് കോർപ്പറേറ്റ് ലോണിന് ബിസിനസ്സുകൾ ബാങ്കിന് അടയ്ക്കുന്നത്. അത് കൂടുതലും ഈ ഫ്ലോട്ടിംഗ് റേറ്റ് ആയിരിക്കും. ഈ ഫ്ലോട്ടിംഗ് റേറ്റ് ആയിട്ടാണ് ബാങ്കുകളുടെ നിന്ന് ലോൺ എടുക്കുക. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളിൽ ഞാൻ പറയുകയാണ്, നമ്മളൊരു ബിസിനസ്സാണ്, ഇപ്പോൾ റിലയൻസ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ടാറ്റയുടെ ഏതെങ്കിലും ബിസിനസ്സാണ് വിചാരിക്കുക. നമ്മൾ 10,000 രൂപയാണ് മാസം തോറും ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കാം, ഇന്നത്തെ ഇൻട്രസ്റ്റ് റേറ്റ്. നാളെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ ഈ 10,000 എന്ന് പറയുന്നത് 11,000 രൂപയാവുന്നില്ല. അപ്പൊ നമ്മുടെ ഇൻട്രസ്റ്റ് ഔട്ട് ഗോ, നമ്മൾ എടുത്ത കടത്തിന്റെ ഇൻട്രസ്റ്റ് ഔട്ട് ഗോ ഈ പറയുന്ന പോലെ കൂടും. അപ്പൊ എന്ത് പറ്റും? നമ്മുടെ ആ ഫിഗർ നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരും. നമ്മുടെ പ്രോഫിറ്റ്സ് കുറയും. കാര്യം ആ പ്രോഫിറ്റ് എന്നുള്ള കാശാണല്ലോ നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കുക. അപ്പൊ പ്രോഫിറ്റ് കുറയുമ്പോൾ ആ കമ്പനിയുടെ ഏർണിംഗ്സ് പെർ ഷെയർ കുറയും. ഏർണിംഗ്സ് പെർ ഷെയർ കുറയുമ്പോൾ സ്റ്റോക്കിന്റെ വാല്യുവേഷനും പ്രൈസും താഴേക്ക് വരും. അപ്പോൾ ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് ആണ് ഈ കമ്പനികൾക്ക് വരുന്നത്. അത് കൂടുതലും നമ്മൾ ഈ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് നെഗറ്റീവ് ഫോർ ഡെപ്റ്റ് കമ്പനീസ്, അതായത് ഡെപ്റ്റ് എടുത്തിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന കമ്പനികൾക്കാണ്. ഡെറ്റ് ഫ്രീ കമ്പനീസിന് ആ ഒരു പ്രശ്നം സാധാരണ സംഭവിക്കാറില്ല. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു നല്ല സ്റ്റോക്ക് നമ്മൾ കണ്ടുപിടിക്കാൻ നേരത്ത് ഡെറ്റ് ഫ്രീ കമ്പനീസ്, അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഡെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടില്ലേ, അതായത് ആ ഡെപ്റ്റിന് ഇൻക്രീസ് വന്നാലും ഇൻട്രസ്റ്റ് ഔട്ട് ഗോ വന്നാൽ പോലും അതിന് വലിയൊരു ചേഞ്ച് അതിൽ സംഭവിക്കാൻ പാടില്ല എന്നുള്ളൊരു കൺസിഡറേഷൻ വെച്ച് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതാണ് ഫസ്റ്റ് ഇമ്പാക്ട്. സെക്കൻഡ് എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഡെപ്റ്റ് ഇല്ലാത്ത കമ്പനിയാണെന്ന് തന്നെ വിചാരിക്കുക, പെട്ടെന്ന് ഒരു സമയത്ത് നമുക്ക് ഡെപ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ഓൾറെഡി ഡെപ്റ്റ് ഉള്ള കമ്പനിക്ക് കൂടുതൽ ഡെപ്റ്റ് എടുക്കണം. പെട്ടെന്ന് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നു, പെട്ടെന്നൊരു ഗ്ലോബൽ കമ്പനിയെ നമുക്ക് ബൈ ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയായിട്ട് മെർജർ ആൻഡ് അക്യൂസിഷൻ നടക്കണം, അല്ലെങ്കിൽ പെട്ടെന്നൊരു കപ്പാസിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരെ പോകുന്നത് ഏതാ? ബാങ്കിലേക്കാണ്. ബാങ്കിലേക്ക് നമ്മൾ പോയി എടുക്കാൻ നേരത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നിൽക്കുന്ന സമയമാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യില്ല. അതായത് ഇത്രയും നല്ലൊരു അസറ്റ് ചിലപ്പോൾ ഗ്ലോബലി നല്ലൊരു ബ്രാൻഡ് ആയിരിക്കാം, നല്ല ചീപ്പ് റേറ്റിന് കിടക്കുന്നത്, അവിടുത്തെ എന്തെങ്കിലും കാരണങ്ങളുണ്ടായാലും നമ്മൾ ചിലപ്പോൾ ഈ പൈസ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നിൽക്കുന്ന സമയം, ഡെപ്റ്റിന്റെ ലെവൽ കൂടി നിൽക്കുന്ന, ഡെപ്റ്റിന്റെ കോസ്റ്റ് കൂടി നിൽക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഈ ചിലപ്പോൾ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു മെർജർ നമ്മൾ നോക്കൂല, നമ്മളൊരു ടേക്ക് ഓവർ നോക്കൂല, നമ്മൾ ചിലപ്പോൾ ഒരു അക്യൂസിഷൻ നോക്കൂല, ചിലപ്പോൾ നമ്മളൊരു കപ്പാസിറ്റി എക്സ്പാൻഷൻ പോലും നടത്തില്ല എന്നതാണ്. അപ്പൊ അതും ബിസിനസ്സുകൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടമായത് കാരണം ആ സ്റ്റോക്കുകളെ ഒന്ന് അഫക്ട് ചെയ്തേക്കാം. അതിന്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, സപ്പോസ് ഡെപ്റ്റിന്റെ കോസ്റ്റ് ഹൈ, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നിൽക്കണം. ഇപ്പൊ നമ്മളൊരു ബിസിനസ് ആണെന്ന് ഇരിക്കുക, നമ്മൾ പറയും നല്ല ഒരു അക്യൂസിഷൻ ഉണ്ട്, അല്ലെങ്കിൽ നല്ലൊരു കപ്പാസിറ്റി എക്സ്പാൻഷൻ വേണം, നമുക്ക് ബാങ്കിലേക്ക് പോയി ലോൺ എടുക്കാം. നമ്മൾ ലോൺ എടുക്കാൻ പോയപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര കൂടുതലാണ്, കഴിഞ്ഞ മാസം വരെ 10,000 രൂപ അടച്ചാൽ മതിയായിരുന്നു, ഇപ്പൊ 11,000 രൂപ അടയ്ക്കണം, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനിയും കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് എടുക്കണ്ട എന്ന് തീരുമാനിച്ചു. അത് തന്നെ നെഗറ്റീവാണ്. അതുകൂടാതെ നമ്മൾ പറയും നമുക്കൊരു കാര്യം ചെയ്യാം, ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്യാം. അതായത് നമ്മുടെ ഷെയർസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത്, കമ്പനിയുടെ ഷെയർസ്, അതായത് കൂടുതൽ ഷെയർ ഹോൾഡേഴ്സിനെ ഉൾപ്പെടുത്തി നമ്മൾ ഫണ്ട് റേസ് ചെയ്യാം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന്. നമ്മൾ QIB, പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്നൊക്കെ പറയാറില്ലേ, എന്നിങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സിൽ കൂടെ നമുക്ക് സേവ് ചെയ്തിട്ട് പോവാം. അപ്പൊ ഡെപ്റ്റ് എടുക്കണ്ടല്ലോ, അപ്പൊ ഇൻട്രസ്റ്റേ കൊടുക്കണ്ട, കമ്പനി പ്രോഫിറ്റ്സ് ഉണ്ടാക്കി. പക്ഷെ അതാണ് ഏറ്റവും നെഗറ്റീവ് ഒരു ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ച്. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഒരു കമ്പനിക്ക് 100 രൂപ പ്രോഫിറ്റ് ഉണ്ടാവണമെന്ന് വിചാരിക്കുക, ഇനിഷ്യലി ആ കമ്പനിക്ക് 10 ഷെയർ ഹോൾഡറേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അതായത് നമ്മൾ ഒരു ടെക്നിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക്, ഒരു ഷെയർ ഹോൾഡറിന് 10 രൂപ വെച്ച് കിട്ടും. അങ്ങനെയാണെങ്കിൽ പക്ഷെ ആ കമ്പനി ഷെയർ ഹോൾഡിംഗ് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിലോ, ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഷെയർ ഹോൾഡിംഗ് എക്സ്പാൻഡ് ചെയ്ത് ഈ എന്താ പറയുക
10 ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ളത് 100 ഷെയർ ഹോൾഡേഴ്സ് ആക്കി എന്ന് വെച്ചു. പക്ഷെ പ്രോഫിറ്റ് 100 തന്നെയാണ്. അപ്പൊ നേരത്തെ 100 രൂപ പ്രോഫിറ്റ് 10 പേര് ഷെയർ ചെയ്തപ്പോൾ 10 രൂപ വെച്ച് നമുക്ക് കിട്ടിയ പോലെ 100 രൂപ പ്രോഫിറ്റ് 100 ഷെയർ ഹോൾഡേഴ്സ് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് 1 രൂപയെ കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ഇക്വിറ്റി വഴി നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നതും ഒരു ഷെയർ ഹോൾഡറിന് നെഗറ്റീവാണ്. അപ്പൊ രണ്ടാമത്തെ കാര്യം മനസ്സിലായല്ലോ, ഈ പറയുന്ന പോലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടെയാണ്, എക്സ്പാൻഷൻ നടക്കൂല, നമ്മൾ ഡെപ്റ്റ് കൊടുക്കൂല, അതുവഴി ഇക്വിറ്റി വഴി റേസ് ചെയ്താൽ അത് നെഗറ്റീവ് ആണെന്നുള്ളത്. മൂന്നാമത്തെ കാര്യം കൺസ്യൂമറിന്റെ സ്പെൻഡിങ് ഒന്ന് കുറയും. അതായത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമാതിരി സാധാരണ വർക്കിംഗ് ക്ലാസ്സിലെ ജനങ്ങൾക്കൊക്കെ ഒരു പേഴ്സണൽ ലോൺ ഉണ്ടാവും. ഈ പേഴ്സണൽ ലോണും ഈ പറയുന്ന പോലെ നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും ഒരു കാർ മേടിക്കാനോ ഒരു ഓട്ടോമൊബൈൽ ലോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ കുറച്ച് ലോൺ എടുത്തിട്ടുണ്ടാവും ഒരു ആവശ്യത്തിന്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലുള്ള പൈസ കൂടുതൽ അടയ്ക്കണം. അതായത് നമ്മൾ 1000 രൂപ EMI അടച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് 1200 1300 അപ്പൊ നമ്മുടെ ശമ്പളത്തിൽ നിന്ന് അത്രയും പൈസ ഇൻട്രസ്റ്റിന് കൂടുതലായിട്ട് പോകുന്നതുകൊണ്ട് നമ്മുടെ സ്പെൻഡിങ് പവർ കുറയും. ഈ സ്പെൻഡിങ് പവർ കുറയുമ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലോട്ട് ചെന്ന് നമ്മൾ ബൈ ചെയ്യുന്ന പല കാര്യങ്ങളും കുറയും. അത് മാത്രമല്ല, നമ്മൾ ഇങ്ങനെ ഇതേപോലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമൊബൈൽ പർച്ചേസ് കുറയ്ക്കും, അല്ലെ, റിയൽ എസ്റ്റേറ്റ് മേടിക്കുന്നത് കുറയ്ക്കും, FMCG സാധനങ്ങളിൽ സ്പെൻഡ് ചെയ്യണ കുറയ്ക്കും, നമ്മൾ ഈ പറയുന്ന പോലെ വാഷിംഗ് മെഷീൻ, TV, ഫ്രിഡ്ജ്, AC ഒക്കെ മേടിക്കുന്നത് കുറയ്ക്കും. കാര്യം ഇപ്പൊ ബജാജ് ഫിനാൻസിലൊക്കെ നമ്മൾ ഒരുപാട് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഡ്യൂറബിൾസ് നമ്മൾ മേടിക്കുന്നുണ്ട്, AC, ഫ്രിഡ്ജ് ഒക്കെ, അതൊക്കെ ഒന്ന് കുറയും എന്നുള്ളതാണ് അതിന്റെ ഒരു മൂന്നാമത്തെ ഒരു എഫക്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് വേറൊരു എഫക്ട് ഉണ്ട്, ഈ പറഞ്ഞ പോലെ ഡിസ്കൗണ്ട് റേറ്റ് എഫക്ട്. ഡിസ്കൗണ്ട് റേറ്റ് എഫക്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ എപ്പോഴും സ്റ്റോക്കിന്റെ വാല്യുവേഷനിലെ, അതായത് നമ്മളിപ്പോ ഇന്ന് 100 രൂപ സ്പെൻഡ് ചെയ്യുന്നു, ഈ 100 രൂപ 5 കൊല്ലം കഴിഞ്ഞ് എത്രയായിരിക്കും എന്നുള്ളൊരു എസ്റ്റിമേറ്റ് ഇന്നത്തെ ദിവസം തന്നെ ഇട്ട് വാല്യൂ ചെയ്യുന്നതാണ് ഈ വാല്യുവേഷൻ എന്ന് പറയുന്നത്. അതായത് സ്റ്റോക്കിന്റെ ഒക്കെ വാല്യൂഷൻ നമ്മൾ ചെയ്യില്ല, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ. ഇത്തിരി ടെക്നിക്കൽ ആണ് ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. അതായത് ഇന്നത്തെ 100 രൂപ, ഇന്നൊരു 100 രൂപയുണ്ട്, ഈ 100 രൂപ 5 കൊല്ലം കഴിയുമ്പോൾ എത്രയാവും? ആ ഫിഗർ വെച്ചിട്ട് ആ ഫിഗറിനെ ഇന്നത്തെ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുവന്ന് എന്താണ് വാല്യുവേഷൻ എന്നുള്ള രീതിയിലേക്ക് വരുന്നതാണ് ആ ഒരു രീതി എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, ഒരു കമ്പനി 100 രൂപ വെച്ച് 5 കൊല്ലത്തേക്ക് ഏൺ ചെയ്യണമെന്ന് ഇരിക്കും. 100 100 100 100 100 5 കൊല്ലം കഴിയുമ്പോൾ ആ 100 രൂപ എത്രയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് ഇന്നത്തെ വാല്യുവേഷനിലേക്ക് ആഡ് ചെയ്യും. അതാണ് ആ ഡിസ്കൗണ്ട്, എന്താ പറയുക, ഡിസ്കൗണ്ട് റേറ്റ് എഫക്ട് അല്ലെങ്കിൽ വാല്യുവേഷൻ എഫക്ട് എന്ന്. ഇതൊരു ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യമാണ്, ഞാൻ എന്തായാലും പറഞ്ഞു വെക്കണമെന്നുള്ള മാത്രം. കാര്യം നമ്മുടെ പ്രേക്ഷകർ പല ലെവലിലുള്ള പ്രേക്ഷകരാണല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് 100 രൂപ 5 കൊല്ലം ഉണ്ടാക്കുന്ന ഒരു കമ്പനി, അവരൊരു 5% ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അവർ ഡീൽ ചെയ്യണമെന്ന് വിരിക്കാം. ആദ്യത്തെ ഒരു കൊല്ലം അവര് 100 രൂപ എന്ന് പറയുന്നത് 95.2 ആവും, മനസ്സിലായി. രണ്ടാമത്തെ കൊല്ലം അത് 90.7 ആവും. 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ആ 100 രൂപയുടെ വില 432.9 ആണ്. 500 രൂപയല്ല, 432.9 ആണ് അന്നത്തെ വില ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ. അതാണ് അതിന്റെ റേറ്റ്. ഇത് നമ്മൾ 5% ഇൻട്രസ്റ്റ് റേറ്റിലാണ് പറഞ്ഞത്. ഇതേ സിനാരിയോ നമ്മൾ 10% ഇൻട്രസ്റ്റ് റേറ്റിൽ നോക്കാം. അങ്ങനെയാണെന്ന്, അതായത് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്, നമ്മൾ 5% ഇൻട്രസ്റ്റ് റേറ്റ് ഒരു ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് റെജീമാന്ന് വെക്കും. 10% അതിന്റെ ഇരട്ടി വരെയാണ് എത്രയാണ്? ഈ 100 രൂപ ഒരു കൊല്ലം കഴിയുമ്പോൾ 90.9 ആണ് ആവുക. നേരത്തെ 95.2 ആണ് 5% ഉള്ളപ്പോൾ, 10% ആണെങ്കിൽ 90.9. 2 കൊല്ലം കഴിയുമ്പോൾ അത് 82.6. അതായത് 5 കൊല്ലം കഴിയുമ്പോൾ 379 രൂപയാണ്. അതായത് 5% ഇൻട്രസ്റ്റ് റേറ്റ് വരുമ്പോൾ 100 രൂപ വെച്ച് 5 കൊല്ലം ഉണ്ടാക്കുന്ന കമ്പനിയുടെ 5 കൊല്ലം കഴിഞ്ഞാൽ ആ പൈസയുടെ വില എന്ന് പറയുന്നത് ഇന്ന് നോക്കുമ്പോൾ 432.9 ആണെങ്കിൽ അല്ലെങ്കിൽ 433 ആണെങ്കിൽ, അതേ ഒരു കാൽക്കുലേഷൻ 10% ഇൻട്രസ്റ്റ് റേറ്റിൽ നോക്കുകയാണെങ്കിൽ അത് വെറും 379 എന്നാണ്. അതായത് ഇക്വിറ്റി വാല്യുവേഷൻ വിൽ കം ഡൗൺ. ഒരു കമ്പനി വാല്യുവേഷൻ നമ്മൾ എടുക്കുമ്പോൾ, ഇപ്പൊ റിസർച്ച് അനലിസ്റ്റ്, നമ്മുടെ റിസർച്ച് ഡെസ്ക് എന്നൊക്കെ പറയുമല്ലോ, അതായത് ബ്രോക്കിംഗ് കമ്പനീസ്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, മ്യൂച്വൽ ഫണ്ട്, അവരുടെയൊക്കെ ഒരു വാല്യുവേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അല്ലെ. ആ വാല്യുവേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോനെ ഇന്നത്തെ വാല്യുവേഷനിലേക്ക് കൊണ്ടുവന്ന് എന്താണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു കാര്യമാണ് ഇത്. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ അഫക്ട് ചെയ്യാം. അപ്പൊ അതിൽ ബേസിക്കലി പറഞ്ഞാൽ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ബാഡ് ഫോർ all the 4 points that we have discussed here. Lower interest rate is good for all the 4 points that we have discussed here. That is the relation between interest rates and stocks.